റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെ മാധ്യമങ്ങൾ വ്യാപകമായ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. റിപ്പോർട്ടർ ടി വി മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി യാത്ര സ്വീകാര്യത വലിയ രീതിയിൽ മലബാറിൽ കോഴിക്കോടൊക്കെ വലിയ ജനക്കൂട്ടമാണ് സ്വീകരിച്ചത്. അത്തരം പരിപാടികൾ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതല്ലേ? അതെ, ഈ ടി വി ചാനൽസ്, റിപ്പോർട്ടർ ചാനലിൻ്റെയും ഇങ്ങനത്തെ പ്രോഗ്രാംസ് വളരെ നല്ലൊരു എഫക്റ്റ് സൊസൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമേ ഈ പേരൻസും സൊസൈറ്റിയിലെ ആൾക്കാർ ഇത് ഒരു നിശബ്ദമായ ഒരു അവസ്ഥയാണ്. അവരെല്ലാം ഒരു ഇളകി വരുന്ന ഈ പ്രശ്നങ്ങളാണ് നമ്മുടെ ഫാമിലിയിൽ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാം മുമ്പിലോട്ട് വന്ന് ഈ ഇൻഫർമേഷൻ, ഈ കോൾസ് വരുന്നത് തന്നെ ആ പബ്ലിസിറ്റീൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒരു ഒത്തൊരുമിച്ച് ഉണർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നല്ല ഫാക്ടർ തന്നെ ഈ പബ്ലിസിറ്റി സൊസൈറ്റി ഒത്തിറങ്ങിയ എല്ലാ വിഭാഗങ്ങളും വന്നിട്ട് ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിൽ ഭാഗമാകുന്നുണ്ട്. അത് ഒരു വലിയ സക്സസ് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാം. ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലൂടെ HIV സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അതിജീവിക്കുക? ഇത് ബേസിക്കലി ബഹുമാനപ്പെട്ട CM ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഒരു മീറ്റിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എടുത്തു. അപ്പോൾ അതിനകത്ത് ഈ ഡ്രഗിൻ്റെ ഈ ആൻറ്റി ഡ്രഗ് ഡ്രൈവ് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ല എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം കാര്യമല്ല. ഇതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പെർട്ടിക്കുലർലി ഹെൽത്ത്, സോഷ്യൽ വെൽഫെയർ, ഇവരെല്ലാവരുടെയും റോളുണ്ട്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ റോൾ പ്ലേ ചെയ്യാനുണ്ട്. ഈ ഡ്രഗ്സിൻ്റെ ഒരു എഫക്റ്റ് വരുന്ന ബോഡിയിലോട്ട് അതിൻ്റെ കുറേ ഹെൽത്ത് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ആ എഫക്ട്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. അവർ ഒരു വലിയ ആക്ഷൻ പ്ലാനായിട്ട് വരുന്നുണ്ട്. എനിക്ക് തന്നെ 30-ാം തീയതി ബഹുമാനപ്പെട്ട CM ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ വരാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഭാഗം എല്ലാം കവർ ചെയ്തിട്ട് വരുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഏതായാലും നമ്മുടെ ഓപ്പറേഷൻ ഇപ്പോൾ പോകുന്നത് വിജയകരമായി തന്നെയാണ്. ഇപ്പോൾ വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ ഉദ്ദേശം തന്നെ ഈ സപ്ലൈ കട്ട് ചെയ്യാനാണെന്ന് വളരെ ഗണ്യമായിട്ട് തന്നെ നമുക്ക് സപ്ലൈ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പം തന്നെ നമ്മുടെ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട വളരെ കൂടുതൽ ആവശ്യമുണ്ട്. ആ സെയിം ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനും അതിൻ്റെ കൂടി അഡീഷണൽ സ്റ്റെപ്സ് ഈ സോഴ്സ് ബേസ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ഇതിൻ്റെ സ്വത്ത് കണ്ടുകിട്ടാനും പിന്നെ ഡി അഡിക്ഷൻ ക്യാമ്പയിൻ ഇതിൻ്റെ കൂടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം.